പൊൻകസവു വസനങ്ങൾ ധരിച്ചു കൊണ്ടഴകോടെ പൊന്മുഖം കണ്ടാനന്ദിപ്പാൻ നാൾ വരുന്നല്ലോ. പൊൻകസവു വസനങ്ങൾ ധരിച്ചു കൊണ്ടഴകോടെ പൊന്മുഖം കണ്ടാനന്ദിപ്പാൻ നാൾ വരുന്നല്ലോ. പൊന്മുടി ചൂടി വാണിടും അന്തമില്ല യുഗങ്ങളിൽ, പൊന്മുടി ചൂടി വാണിടും അന്തമില്ല യുഗങ്ങളിൽ, പേയിൻ ബാധകളൊന്നും ഞാൻ ഭയപ്പെടുകില്ലിനിമേൽ. ആനന്ദം പാടി നൃത്തം ചെയ്തിടും ഞാൻ, എൻ്റെ ആത്മപ്രിയൻ പൊന്മുഖം ഞാൻ മുത്തം ചെയ്തിടും പ്രേമത്താൽ ദിനവും. എൻ്റെ ആത്മപ്രിയൻ പൊന്മുഖം ഞാൻ മുത്തം ചെയ്തിടും പ്രേമത്താൽ ദിനവും. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗീയ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങി ഉണർന്നെൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ തക്കണം ഒരു നല്ല ദിനം കൂടെ ദാനമായി തന്നല്ല കർത്താവേ. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹം എൻ്റെ അപ്പൻ്റെ പക്കല ദാനമായി നൽകി തരേണ്ടതിനായി അടിയനങ്ങിയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ട്, ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിലായിരിക്കുന്ന ജീവിതങ്ങളുണ്ട്. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തെ തിരുമുൻപാകെ സമർപ്പിക്കുന്നു. ഞങ്ങളെ ഉള്ളതുപോലെ അറിയാവുന്നതിന് മുൻപിലാണ് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്, അത് നിശ്ചയമാണ്. ഞങ്ങളത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു കർത്താവേ. വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാമെന്ന് വാക്ക് പറഞ്ഞ അപ്പാ, അടിയങ്ങളോട് കരുണ തോന്നണമേ എന്ന് അടിയനങ്ങിയോട് പ്രാർത്ഥിക്കുകയാണ്. അവിടുത്തെ വിശ്വസ്തതയ്ക്കായി, കരുണയ്ക്കായി, സ്നേഹത്തിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്നുവരെ അത്ഭുതോദിശ്യമായ കരം പിടിച്ച് ഞങ്ങളെ നടത്തിയതോർത്ത് സ്തോത്രം. ഞങ്ങളുടെ ആപത്തിലും അപകടത്തിലും രോഗദുഃഖാദികളും പകർച്ചബാധകളിലും എല്ലാം വിടുവിച്ച് കർത്താവ് ഞങ്ങളെ പരിപാലിച്ചതോർത്ത് നന്ദി പറയുന്നു കർത്താവേ. വീണ്ടും കരുണ തോന്നണമേ, മനസ്സലിയണമേ. ഞങ്ങളുടെ കുടുംബത്തെ എത്ര കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ജീവിത പങ്കാളി ദാനമായി തന്ന കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, കുടുംബജീവിതം തന്ന കൊച്ചു തലമുറകൾ, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനം, ഞങ്ങളുടെ ഉപജീവനമാർഗം എല്ലാം കർത്താപ്പച്ചൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. എല്ലാം അവിടുത്തെ ദാനം, അവിടുത്തെ കൃപയാ. നന്ദി, നന്ദി, നന്ദി കർത്താവേ. കോടാനുകോടി സ്തോത്രം, 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 സ്തോത്രം കർത്താവേ. അപ്പൻ്റെ പൊന്നു പാദപീഠത്തിലോട്ട് ഞങ്ങളെ സമ്പൂർണ്ണമായിട്ടും ഏൽപ്പിക്കട്ടെ. അവിടുത്തെ കരുണയ്ക്കായി, കരുതലിനായി, വിശ്വസ്തതയ്ക്കായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നാൾതോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിയെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പിന്നെയും ഞങ്ങൾക്ക് അവിടുത്തെ പരിപാലനം മതി. ഞങ്ങളെ അവിടുത്തെ വഴികളിൽ നടത്തണം. ഞങ്ങളുടെ ആവശ്യം അറിഞ്ഞ് കരുതണം. സകല ചിന്താകുലങ്ങളും ഞങ്ങൾ അങ്ങയുടെ മേലിട്ട് തരിക അപ്പ. അങ്ങ് ഞങ്ങളുടെ ഭാരം ചുമക്കാവുന്ന വാക്ക് പറഞ്ഞ ദൈവമാ. ഇന്ന് വരെ വാഗ്ദത്തങ്ങളിൽ വിശ്വസനായി കൂടിയിരുന്ന ദൈവമാ. അങ്ങ് ഞങ്ങൾക്ക് നീ മാത്രം മതി കർത്താവേ. ഞങ്ങളുടെ സമസ്ത ഭാരങ്ങളെ മേൽപ്പിക്കട്ടെ. ഞങ്ങളുടെ എല്ലാ യാത്രകളിലും കൂടിയിരിക്കണേ. ആപത്തനത്ത് വിടുവിക്കണമേ. വാഹനത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വാഹനം ഓടിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. ആകാശം കീറി യാത്ര ചെയ്യുന്നവർ, കരയിൽ കൂടി യാത്ര ചെയ്യുന്നവർ, വെള്ളത്തിൽ കൂടി യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും കർത്താവ് സൂക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആവശ്യഭാരങ്ങളുടെ നടുവിൽ വ്യാകുലപ്പെട്ട് പുകയുന്ന വേദനകളുടെ നടുവിലായിരിക്കുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. എൻ്റെ സ്വർഗത്തിലെ ദൈവം അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുത്താട്ടപ്പ. ദൈവമായ കർത്താവെ, ചെറുതും വലുതുമായ ഓരോ ഉപജീവനമാർഗത്തെയും തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ബിസിനസ് ചെയ്യുന്ന മക്കളെ കഷ്ടനഷ്ടം കൂടാതെ കാത്തോണേ. ജോലി ചെയ്യുന്ന മക്കളെ സമാധാനപരമായി ജോലി ചെയ്യുവാനും നല്ല പ്രതിഫലം പറ്റുവാനും ഇടയാക്കണമേ. കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ സമാധാനത്തോടെ ജീവിപ്പാൻ ഇടയാക്കണമേ. കുടുംബജീവിതത്തിൽ സമാധാനം അനുഭവിക്കാത്ത പൈതങ്ങൾക്ക് കർത്താവിൻ്റെ സമാധാനം നൽകണമേ. മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന ജീവിതങ്ങൾ, പ്രത്യേകിച്ച് എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച ജീവിതങ്ങളുണ്ട് കർത്താവേ. അപ്പോൾ ഈ മദ്യപാനികൾക്ക് രൂപാന്തരം വരുത്തുവാൻ അങ്ങയ്ക്ക് മാത്രമേ കഴിയുള്ളൂ കർത്താവേ. ഈ ലഹരി പദാർത്ഥത്തിൽ നിന്ന് പൂർണ്ണമായൊരു മോചനം ഓരോ മക്കൾക്കും കൊടുക്കണമേ കർത്താവേ. ആമേൻ, ഹല്ലേലൂയ. കരയുന്ന മാതാപിതാക്കൾ ഉണ്ട് കർത്താവേ. സഹോദരിമാരുണ്ട് കർത്താവേ. കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. അവരുടെ കണ്ണുനീരിനെ തുടയ്ക്കണമേ. പൂർണ്ണമായ ഒരു മാനസാന്തരം നൽകണമേ. നടിയനങ്ങിയോട് പ്രാർത്ഥിക്കുന്നു പിതാവേ. അപ്പാ, നീ അവിടുന്ന് സഹായിക്കണം, സഹായിക്കണം, സഹായിക്കണമേ കർത്താവേ. എൻ്റെ ദൈവമായ കർത്താവേ, സ്തോത്രം. ഈ സമയം കർത്താവേ, പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ, കുടുംബത്തിൽ പ്രവേശിച്ച മക്കളെ പുതിയ നന്മയും അനുഗ്രഹം കൊടുത്ത് വർഷക്കാലം കാത്തുകൊള്ളണമേ. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കൾക്ക് ഉപജീവനമാർഗത്തിൻ്റെ വഴിവാതിൽ തുറന്നു കൊടുത്താട്ടപ്പ. ദൈവമായ കർത്താവെ, കുടുംബജീവിതം ആഗ്രഹിക്കുന്ന മക്കൾക്ക് തക്ക തുണയൊരുക്കണം. അവരുടെ വിവാഹം നടക്കുവാൻ സഹായിക്കണം. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറ കൊടുത്ത് അനുഗ്രഹിക്കണം. ഗർഭിണികളായിരിക്കുന്ന മക്കളെ ഉള്ളംകരത്തിൽ വഹിച്ചുകൊള്ളുമാറാകണം.
എൻ്റെ ദൈവമായ കർത്താവേ, സമയം ഹല്ലേലൂയ കർത്താവേ, അനാഥരെയും വിധവകളെയും സമർപ്പിക്കുന്നപ്പ നീ സംരക്ഷകനായിരിക്കുന്നവർക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പൈതങ്ങളെയെല്ലാം വളർത്തി തന്നെ ബാലപീഠനൊക്കെ വിടുവിക്കണം. പഠിക്കുന്ന എല്ലാ മക്കൾക്കും കർത്താവ് നല്ല ബുദ്ധിജ്ഞാനം കൊടുക്കണം. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന മക്കളെ കർത്താവ് സഹായിക്കണം. പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ, തൻ്റെ മക്കളുടെ പരീക്ഷകളിലൊക്കെ കർത്താവ് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്നായി പഠിച്ച് പരീക്ഷ എഴുതി നല്ല മാർക്കോടെ പാസ്സാകുവാൻ തക്കണം. ആമേൻ. എൻ്റെ കർത്താവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. റിസൾട്ട് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ജയം നൽകി അനുഗ്രഹിച്ചാട്ട്. വിദേശ രാജ്യത്ത് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി പ്രവർത്തിച്ചാട്ട്. OIT IELTS ജർമ്മനും പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചാട്ട്. ആടിൻ്റെ പരീക്ഷയും പ്രമറ്റി പരീക്ഷയ്ക്കും തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചാട്ടപ്പാ. നീ അവർക്ക് ബുദ്ധിജ്ഞാനം കൊടുത്ത് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരാഗ്രഹിച്ച സ്ഥാനത്ത് കൊണ്ടുവന്ന് എത്തിച്ചാട്ട്. ദൈവമേ, സ്തോത്രം സ്തോത്രപ്പാ. അങ്ങനെ ഹല്ലേലൂയ കർത്താവ്, പലവിധ വേദനകളുടെ നടുവിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്നിട്ടുള്ള ഒരു മക്കളെ ലജ്ജിച്ചുവാൻ അവിടുന്ന് സമ്മതിക്കുന്ന ദൈവമല്ലല്ലോ. ഹല്ലേലൂയ കർത്താവ്, ഈ സമയം വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും ആശ്വസിപ്പിക്കണമേ. എൻ്റെ സ്വർഗത്തിലെ അപ്പൻ്റെ സമാധാനം എല്ലാ മക്കൾക്കും കൊടുത്ത് മുൻപോട്ട് ജീവിപ്പാൻ കൃപ നൽകിക്കാട്ട്. ഞങ്ങളുടെ രോഗികളെല്ലാം തിരുമുൻപാകെ സമർപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ രോഗികൾക്ക് മരുന്നും വൈദ്യനും അങ്ങാണ്. ആമേൻ. അങ്ങ് തൊട്ടരും അങ്ങേ തൊട്ടരും വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ല. സകല രോഗികളെയും അങ്ങയുടെ പാദപിടുത്തിൽ ഏൽപ്പിച്ചു തരുന്നു. ആശുപത്രി മുറികളിലും ഭവനങ്ങളും ആയിരിക്കുന്നവരുണ്ട് കർത്താവേ. അതിവേദനകളിൽ കൂടി കടന്നു പോകുന്നവരുണ്ട് കർത്താവേ. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിൽ ലിവറിനും കുഴപ്പമുള്ളവരുണ്ടപ്പാ. എൻ്റെ ദൈവമേ, ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവർ, ഓപ്പറേഷനായി തയ്യാറെടുക്കുന്നവർ, കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവരുണ്ട് കർത്താവേ. സ്തോത്രം സ്തോത്രപ്പ സ്തോത്രം. ദൈവമായ കർത്താവേ, നിന്റെ കരുണയുടെ കരം ഓരോ മക്കളെയും ചേർത്ത് പിടിച്ചാട്ട് ദൈവമേ. ആമേൻ. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, യൂറിക് ആസിഡും ക്രിയാറ്റിനും ഉള്ളവർ, ഉദരസംബന്ധമായ പല രോഗങ്ങളുള്ളവർ, ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ളവർ, ഉറക്കമില്ലാത്ത ജീവിതങ്ങൾ, തലമുടി മുഴുവൻ കൊഴിയുന്ന ജീവിതങ്ങൾ, തൈറോയിഡുള്ളവർ, ആസ്മയുള്ളവർ, അലർജിയുള്ളവർ, ദുഃഖസംബന്ധമായ രോഗമുള്ളവരൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും ദൈവമേ. മാനസികമായ ഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവരുണ്ട് കർത്താവ്. എല്ലാവരെയും തിരുമുൻപാകെ ഏൽപ്പിക്കുന്നപ്പാ. എല്ലാ രോഗികൾക്കും നല്ല വൈദ്യൻ അവിടുന്ന് രോഗം നീക്കുന്ന മരുന്ന് അങ്ങ് അവിടുന്ന് തൊട്ട് സുഖപ്പെടുത്തിക്കാട്ട് ദൈവമേ. മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയും ഉള്ളവരുണ്ട് കർത്താവേ. സ്തോത്രം. നിൻ്റെ സൗഖ്യം ഓരോ മക്കൾക്ക് നൽകണം. ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ളവർ, ഫിക്സ് രോഗത്താൽ ഭാരമുള്ളവർ, വയറ്റിൽ മുഴിയാൽ ഭാരപ്പെടുന്നവർ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരപ്പെടുന്നവർ, എൻ്റെ അപ്പൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു മക്കളും ലജ്ജിച്ചു പോയിട്ടില്ലല്ലപ്പാ. അവിടുന്ന് സൗഖ്യം കാത്തു കിടക്കുന്ന ഓരോ മക്കൾക്കും അവിടുത്തെ സൗഖ്യം നൽകണമേ നടിയനങ്ങിയോട് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഹല്ലേലൂയ. സ്വർഗം സഹായിച്ചാട്ട് സഹായിച്ചാട്ട്. അത്ഭുതങ്ങളെ ചെയ്ത് മാനിച്ചാട്ട് കർത്താവ്. കൃപയിലൊന്ന് പൊതിഞ്ഞാട്ട് ദൈവമേ. അനുഗ്രഹിച്ച് 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 പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന കൃപ തന്നാട്ട്. അവിടുത്തെ വഴികളിൽ നടത്തിക്കാട്ട്. അങ്ങയുടെ ഇഷ്ടം ചെയ്യാൻ സഹായിച്ചാട്ട്. അപ്പം എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും തന്ന് ഞങ്ങളെ നടത്തണം. ദൂരത്തും ചാരത്തുമായിരിക്കുന്നവരെ കാത്തുകൊള്ളണം. പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ. സ്തോത്രം സ്തോത്രം.